Good morning, students. How are you? Are you fine? Hope everyone is doing well. എല്ലാവർക്കും സുഖമല്ലേ? I hope all are happy. Welcome back to our next English class. Do you remember the previous class? Did you do the activity I had given in the previous class? Did anyone have any difficulty? Tell me. Say loudly. No. എല്ലാം സിമ്പിൾ ആക്ടിവിറ്റി ആയിരുന്നു അല്ലേ? നമുക്ക് ആക്ടിവിറ്റി എന്താന്ന് നോക്കാം. ആക്ടിവിറ്റി നമ്പർ 1. ആദ്യത്തേത് ഒരു റിഡിലാണ് അല്ലേ? റിഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കടങ്കഥ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. Who am I? I am a 6-year-old girl. I have white hair and I am barefooted. Can you say who am I? ആരാണ്? ഞാൻ 6 year ഉള്ള ഒരു ഗേളാണ്. എനിക്ക് വൈറ്റ് മുടിയാണ്, വെള്ള മുടിയാണ്, എൻ്റെ കാലയില് ചെരുപ്പില്ല അല്ലേ? Who am I? ആരാണ്? ഫിയോക്ല. ഇനി നെക്സ്റ്റ്. I am a tall old man with a thin pock-marked face. I am dressed in a woman's tattered jacket. I have long legs and I am bare feet. Can you say who am I? ആരാണ്? ആരാണ്? നീളമുള്ള ആളാണ് ഇല്ലേ? മുഖത്തൊക്കെ വസൂരിക്കള വന്ന പാടുകളുണ്ട്. സ്ത്രീകൾ ധരിക്കുന്ന പോലുള്ള കീറിപ്പറിഞ്ഞ ഒരു ജാക്കറ്റാണ് ധരിച്ചിരിക്കുന്നത്. ലോങ് ലെഗ് ആണ്, നീളമുള്ള കാലുകളാണ്. Who am I? ആരാണ്? ടെറൻഡി അല്ലേ? ആക്ടിവിറ്റി നമ്പർ 2. Choose the correct answer from the bracket. Whom did Fiokla want to see? ആരെയാണ് ഫിയോക്ല കാണാൻ പോയത്? ആരെയാണ്? നമ്മുടെ ടെറൻഡി അല്ലേ? ഇനി നെക്സ്റ്റ്. Where was Terendi when Fiokla met him? എവിടെ നിന്നാണ് ടെറൻഡിയെ ഫിയോക്ല കണ്ടെത്തിയത്? എവിടെ നിന്നാണ്? കിച്ചൺ ഗാർഡൻ അല്ലേ? ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 3. ട്രൂ ഓർ ഫോൾസ്. ഇതിനകത്ത് ശരിയും തെറ്റും ഇല്ലേ? ശരിയായിട്ടുള്ള വാചകം ആണോ തെറ്റായിട്ടുള്ള വാചകമാണോ എന്ന് കണ്ടെത്താൻ ഇല്ലേ? ഫസ്റ്റ് വൺ. ഫിയോക്ല വാസ് റണ്ണിങ് വെരി സ്ലോലി. ആയിരുന്നു? ഫിയോക്ല വളരെ സാവധാനമായിരുന്നു ഓടിയത്? അല്ല, അതപ്പോ ഫോൾസ്. ഇനി സെക്കൻഡ് വൺ. ടെറൻഡി വാസ് എ ഹാൻഡ്സം മാൻ. ടെറൻഡി നല്ല സൗന്ദര്യമുള്ള ഒരു മനുഷ്യനായിരുന്നോ? അല്ല, അതും ഫോൾസ് ആണ്. ഇനി മൂന്നാമത്തെ. Terendi's grim face is overspread with a smile when he see Fiokla. ഫിയോക്ലയെ കണ്ടപ്പോൾ ടെറൻഡിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി പടർന്നു. ശരിയോ തെറ്റോ? ട്രൂ അല്ലേ? Hope you have done the activity correctly. എല്ലാവരും പ്രവർത്തനം ശരിയായിട്ടാണോ ചെയ്തത്? Yes. Do you remember what we had discussed in the previous class? Let's have a quick recap. Do you know the name of the lesson we are going to study? Yes. എന്താണ്? A day in the country. ഇല്ലേ? A day in the country. It was a cloudy morning. At night, the sky was getting dark. Fiokla, the little girl of 6, barefooted, running. അന്നത്തെ ദിവസം മേഘങ്ങൾ കൊണ്ട് ഇരുണ്ടു മൂടിയ ദിവസമായിരുന്നു. സൂര്യപ്രകാശം ഉണ്ടായിരുന്നോ? ഇല്ല. നമ്മുടെ 6 വയസ്സുള്ള ഫിയോക്ല നഗ്നപാതയായി ചെരുപ്പിടാത്ത കാലുമായി ഓടുകയാണ്. എന്തിനാണ് നമ്മുടെ ഫിയോക്ല ഓടുന്നത്? She was looking for Terendi, her uncle. She asked everyone she had met where Terendi was. ഫിയോക്ലയുടെ അങ്കിളിനെ കാണാൻ
ഓടുന്നതിന്റെ ഇടയിൽ അവൾ എല്ലാരോടും ചോദിക്കുന്നുണ്ട് ടെറന്റി എവിടെ എവിടെ എന്ന്, അല്ലേ? അവസാനം ഫിയോക്ല ടെറന്റിയെ കണ്ടെത്തിയോ? അറ്റ് ലാസ്റ്റ് ഷീ ഫൗണ്ട് ഹിം അറ്റ് ദി കിച്ചൺ ഗാർഡൻ. കണ്ടെത്തി. എവിടെയായിരുന്നു ടെറന്റി? എവിടെയായിരുന്നു? കിച്ചൺ ഗാർഡൻ. എന്തിനായിരുന്നു നമ്മുടെ ഫിയോക്ല ടെറന്റിയെ അന്വേഷിച്ചത്? ഹെർ ബ്രദർ ധനിൽക്ക ഹാഡ് ആൻ ആക്സിഡന്റ്. She explained. Come uncle and save him. She pleaded. ഫിയോക്ലയുടെ pleaded means അപേക്ഷ, അല്ലേ? അപേക്ഷിച്ചു. ഫിയോക്ലയുടെ സഹോദരൻ ധനിൽക്ക ഒരു അപകടത്തിൽപ്പെട്ടു. അവനെ രക്ഷപ്പെടുത്താൻ, അല്ലേ? Then the sky was getting darker. They both hurried to the spot. Suddenly it poured heavy drops upon them. ആ സമയം ആകാശം കൂടുതൽ ഇരുണ്ടു. അവർ അപകട സ്ഥലത്തേക്ക് വേഗത്തിൽ പുറപ്പെട്ടു. അപ്പോൾ വലിയ മഴത്തുള്ളി അവരുടെ ദേഹത്ത് വീണു. ഇവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. Now let's read and I will explain the lesson we are going to learn today. ഇന്ന് പഠിക്കാൻ പോകുന്ന ഭാഗം ടീച്ചർ വായിച്ച് മനസ്സിലാക്കി തരാം. Listen carefully and look at the text. The rain has begun, mutters the cobbler. That's fine, Fiokla, little girl. The grass and the trees are fed by the rain, as we are by bread. And as for the thunder, don't you be frightened, little girl. Why should it kill a little thing like you? As soon as the rain begins, the wind drops. The only sound is the patter of rain dropping like fine shot on the young rye and the parched road. We shall get soaked, Fiokla, mutters Terenti, and there won't be a dry spot left on us. Ho ho, my girl, it's run down my neck. But don't be frightened, silly. The grass will be dry again. The earth will be dry again. And we shall be dry again. There is the same sun for us all. A flash of lightning, some 14 feet long, gleams above their head. There is a loud peal of thunder, and it seems to Fiokla that something big and heavy and round is rolling over the sky and tearing it open exactly over her head. Holy, 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 says Terenti. Don't be afraid, little girl. It is not from spite that it thunders. Terenti's and Fiokla's feet are covered with lumps of heavy, wet clay. It is slippery and difficult to walk, but Terenti strides on more and more rapidly. The weak little girl is breathless and ready to drop. But at last they go into the Count's copse. The washed trees, stirred by a gust of wind, drop a perfect waterfall upon them. Terenti stumbles over stumps and begins to slacken his pace. Whereabouts is Danilka? He asks. Lead me to him. Fiokla leads him into a thicket, and after going a quarter of a mile, points to Danilka, her brother, a little fellow of 8, with hair as red as ochre and a pale, sickly face, stands leaning against a tree, and with his head on one side, looking sideways at the sky. In one hand, he holds his shabby old cap. The other is hidden in an old lime tree. The boy is gazing at the stormy sky and apparently not thinking of his trouble. Hearing footsteps and seeing the cobbler, he gives sickly smile and says, A terrible lot of thunder, Terenti. I have never heard so much thunder in all my life. And where is your hand? In the hole. Pull it out, please, Terenti. The wood had broken at the edge of the hole and jammed Danilka's hand. He could push it further in but could not pull it out. Terenti snaps off the broken piece and the boy's hand, red and crushed, is released. Did you understand? Teacher will explain. The rain has begun.
mutters the cobbler. That's fine, Fiokla, little girl. The grass and the tree are fed by the rain, as we are by bread. And as for the thunder, don't you be frightened, little girl. Why should it kill a little thing like you? Some new words are here. Begin എന്താണ്? തുടങ്ങുക, ആരംഭിക്കുക. മട്ടേഴ്സോ, മട്ടേഴ്സ് മീൻസ് പിറുപിറുക്കുക. കോബ്ലറോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്താണ്? ചെരുപ്പുകൾ. ഫെഡ് മീൻസ്, ഇവിടെ ഫെഡിന്റെ മീനിങ് പോഷിപ്പിക്കപ്പെടുക ഇല്ലേ, ഊർജ്ജസ്വലരാകുക എന്നാണ് ഇവിടെ. അപ്പോ എന്താണ് ഇവിടെ പറയുന്നത്? നമുക്ക് നോക്കാം. എന്താണ് ഇവിടെ പറയുന്നത്? The rain has mutters the cobbler. That's fine, Fiokla, little girl. The grass and the trees are fed by rain as we are by bread. മഴ തുടങ്ങിക്കഴിഞ്ഞു, ചെരുപ്പ് കുത്തി പിറുപിറുത്തു. ഫിയോക്ല, കൊച്ചു പെൺകുഞ്ഞേ, എന്താണ് ടെറൻറ്റി പറയുന്നത്? ബ്രെഡ്, അപ്പം നമ്മളെ എങ്ങനെയാണോ പോഷിപ്പിക്കപ്പെടുന്നത് അതുപോലെയാണ് മഴ കൊണ്ട് പുല്ലും മരങ്ങളും ഊർജ്ജസ്വലമാകുന്നത് ഇല്ലേ. പോഷിപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഊർജ്ജസ്വലമാകുക. നമുക്ക് ആഹാരം കിട്ടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഊർജ്ജസ്വലരാകുന്നത് അതുപോലാണ് മഴവെള്ളം വീഴുമ്പോൾ ചെടികളും മരങ്ങളും ഒക്കെ ഊർജ്ജസ്വലരാകുന്നത് അല്ലേ. ആൻഡ് ആസ് ഫോർ ദി തണ്ടർ, don't you be frightened, little girl. Why should it kill a little thing like you? ഇടിയുടെ കാര്യത്തിൽ നീ പേടിക്കേണ്ട കൊച്ചുകുട്ടി, നിന്നെ പോലെ ഒരു ചെറിയ കുഞ്ഞിനെ അത് എന്തിനു കൊല്ലണം? ഇതാര് പറയുന്നതാണ്? ടെറൻറ്റി ഫിയോക്ലയോടെ പറയുന്നതാണ് ഇല്ലേ. As soon as the rain begins, the wind drops. The only sound is the patter of rain dropping like fine shoot on the young rye and parched road. Patter means എന്താണ്? ചറപറ ശബ്ദം. മഴ പെയ്യുമ്പോൾ നമ്മൾ കേൾക്കും ഇല്ലേ, ചറപറ എന്നുള്ള ശബ്ദം ഇല്ലേ. യങ് റൈയോ, പിക്ചർ നോക്കിക്കേ. മഞ്ഞില് വളരുന്ന ഒരു തരത്തിലുള്ള ചെടിയാണ്, മഞ്ഞിൽ വളരുന്ന ചെടിയാണ്, ഒരു ടൈപ്പ് ചെടിയാണ് യങ് റൈ. ഇനി പാർച്ച്ഡ് റോഡ് എന്താണ്? വരണ്ട പാത. പിക്ചർ നോക്കിക്കേ പാർച്ച്ഡ് റോഡിന്റെ, കണ്ടോ? എന്താണ് ഇവിടെ പറയുന്നത്? As soon as the rain begins, the wind drops. മഴ തുടങ്ങുമ്പോൾ കാറ്റ് ശമിക്കുന്നു. The only sound is the patter of rain dropping like fine shoot on the young rye and the parched road. വരണ്ട പാതകളിലും വരകു ചെടികളിലും, വരകു ചെടി എന്ന് പറഞ്ഞാൽ എന്താ? മഞ്ഞിൽ വളരുന്ന ചെടി. വരണ്ട പാതകളിലും മഞ്ഞിൽ വളരുന്ന ചെടികളിലും ശരം കണക്കെ പതിക്കുന്ന മഴയുടെ ചറപറ ശബ്ദം മാത്രമാണ് ഏക ശബ്ദം. Teacher will explain next paragraph. Look at the text. We shall get soaked, Fiokla mutters sternly. There would not be a dry spot left on us. Ho ho, my girl, it is run down my neck. But do not be frightened, silly. The grass will be dry again, the earth will be dry again, and we shall be dry again. There is the same sun for us all. ഇവിടെയും ഉണ്ട് ന്യൂ വേർഡ്സ്. സോക്ഡ് മീൻസ് എന്താണ്? ആ പിക്ചർ നോക്കിക്കേ. നനഞ്ഞ് കുതിരുക. ഫ്രൈറ്റൻഡോ, ഭയപ്പെടുക ഇല്ലേ. മട്ടേഴ്സോ, നമ്മൾ നേരത്തെ പറഞ്ഞാണ് മട്ടേഴ്സ് എന്താണ്, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പിറുപിറുക്കുക. എന്താണ് ഇവിടെ പറയുന്നത്? നമുക്ക് നോക്കാം. We shall get soaked, Fiokla mutters sternly. There would not be a dry spot left on us. Fiokla, നമ്മൾ നനഞ്ഞു കുതിരാൻ പോകുന്നു. ടെറൻറ്റി താണസ്വരത്തിൽ പറയുകയാണ് ഇല്ലേ. നമ്മുടെ ദേഹത്ത് നനയാത്ത ഒരു ബിന്ദു പോലും അവശേഷിക്കുകയില്ല. ഹോ ഹോ മൈ ഗേൾ, ഇറ്റ് ഈസ് റൺ ഡൗൺ മൈ നെക്ക്. ഹോഹോ എന്റെ കുഞ്ഞെ, എന്റെ കഴുത്തിലൂടെ അത് താഴേക്ക് ഒഴുകിയിരിക്കുന്നു. എന്താണ് കഴുത്തിലൂടെ താഴേക്ക് ഒഴുകുന്നത്? ടെൽ മീ. എന്താണ് നനഞ്ഞു കുതിരുമ്പോ എന്താണ് കഴുത്തിലൂടെ താഴേക്ക് ഒഴുകുന്നത്? മഴവെള്ളം ഇല്ലേ. ബട്ട് ഡു നോട്ട് ബി ഫ്രൈറ്റൻഡ്, സില്ലി. The grass will be dry again, the earth will be dry again, and we shall be dry again. പക്ഷേ ഭയപ്പെടേണ്ട, എല്ലാം നിസാരമാണ് ഇല്ലേ. പുല്ല് വീണ്ടും നനവില്ലാതാകും, മണ്ണ് ഉണങ്ങും, നമ്മളും ഉണങ്ങും.
There is same sun for us all. നമുക്കെല്ലാം ഉള്ളത് ഒരേ ഒരു സൂര്യനാണ് അല്ലേ? Look at the text. Teacher will explain next paragraph. A flash of lightning, some 14 feet long, gleams above their head. There is a loud peal of thunder, and it seems to Fiokla that something big, heavy, and round is rolling over the sky and tearing it open exactly over her head. Gleams means എന്താണ്? പ്രകാശിക്കുക. പിക്ചർ നോക്കിക്കേ. ലൗഡ് പീൽ, വലിയ ഒരു മുഴക്കം. റോളിങ്ങോ, ചുറ്റിക്കറങ്ങുക. ടിയറിങ്, പിളരുക. എക്സാക്ട്ലി, കൃത്യം. എന്താണ് ഇവിടെ പറയുന്നത്? The flash of lightning, some 14 feet long, gleams above their head. ഏറെക്കുറെ 14 അടി നീളമുള്ള ഒരു മിന്നൽ അവരുടെ തലയ്ക്ക് മുകളിൽ പ്രകാശിക്കുന്നു ഇല്ലേ? There is a loud peal of thunder, and it seems to Fiokla that something big, heavy, and round is rolling over the sky and tearing it open exactly over her head. ഇടിയുടെ വലിയ ഒരു മുഴക്കം, വലുതും ഭാരമുള്ളതും ഉരുണ്ടതുമായ എന്തോ ഒന്ന് ആകാശത്തിലൂടെ ചുറ്റിക്കറങ്ങി കൃത്യം അവരുടെ തലയ്ക്ക് മുകളിൽ പിളരുന്നതായി തോന്നി. ഇടിയൊക്കെ വരുമ്പോ നമുക്ക് തോന്നത്തില്ലേ ഇങ്ങനെ ഇല്ലേ? ഹോളി 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 സേസ് ടെറൻഡി, ഡു നോട്ട് ബി അഫ്രൈഡ് little girl. It is not from spite that it thunders. Afraid means എന്താണ്? ഭയം ഇല്ലേ? ഭയം. ആ ചിത്രം നോക്കിക്കേ. സ്പൈറ്റ് മീൻസോ പക. എന്താണ് ഇവിടെ ടെറൻഡി പറയുന്നത്? എന്റെ ദൈവമേ, ഭയപ്പെടേണ്ട ചെറിയ പെൺകുട്ടി, ഇടി ഉണ്ടാകുന്നത് പകയിൽ നിന്നല്ല. Terendi's and Fiocla's feet are covered with lumps of heavy wet clay. It is slippery and difficult to walk, but Terendi strides on more and more rapidly. The weak little girl is breathless and ready to drop. Before going through the paragraph, we will learn the meaning of the new words. നിങ്ങളെ ചിത്രം കൂടി ശ്രദ്ധിക്കണം. ലംസ് എന്താണ്? കട്ടകൾ ഇല്ലേ, തുണ്ട് ഇല്ലേ? ഹെവിയോ, കട്ടിയുള്ള, ഭാരമുള്ള. ക്ലേയോ, ചെളി ഇല്ലെങ്കിൽ കളിമണ്ണ്. സ്ലിപ്പറി എന്താ? വഴുവഴുക്കൽ ഇല്ലേ, തെന്നുന്നത് ഇല്ലേ? സ്ട്രൈഡ്സോ, നീട്ടി വെക്കുക. റാപ്പിഡ്ലിയോ, വേഗത്തിൽ. വീക്കോ, ക്ഷീണം. ബ്രീത്ത്ലെസ്സോ, അണയ്ക്കുക. എന്താണ് ഇവിടെ പറയുന്നത്? നമുക്ക് നോക്കാം. Terendi's and Fiocla's feet are covered with lumps of heavy wet clay. ടെറന്റിയുടെയും ഫിയോക്ലയുടെയും പാദങ്ങൾ നനഞ്ഞ കട്ടിയുള്ള ചെളി കൊണ്ട് ആവരണം ചെയ്യപ്പെടുന്നു ഇല്ലേ? ആ ചിത്രം ഒന്ന് നോക്കിക്കേ. It is slippery and difficult to walk, but Terendi strides on more and more rapidly. അത് വഴുക്കലുള്ളതും നടക്കാൻ പ്രയാസമുണ്ടാക്കുന്നതുമാണ്. എന്നിരുന്നാലും ടെറന്റി കൂടുതൽ വേഗത്തിൽ കാലുകൾ നീട്ടിവെച്ച് നടക്കുകയാണ്. The weak little girl is breathless and ready to drop. ക്ഷീണിതയായ നമ്മുടെ കൊച്ചു ഫിയോക്ല അണയ്ക്കുകയും വീഴാൻ തുടങ്ങുകയും ചെയ്യുന്നു ഇല്ലേ? നമുക്ക് ബാക്കി നോക്കാം ഇല്ലേ? But at last they go into the Count's-Cove. The vast trees, stirred by a gust of wind, drop a perfect waterfall upon them. Terendi stumbles over stumps and begins to slacken his pace. What is the meaning? Count's-Cove എന്താണ്? നേരത്തെ പറഞ്ഞതാണ് അല്ലേ? പ്രഭുവിന്റെ കുറ്റിക്കാട് ഇല്ലേ? പ്രഭുവിന്റെ വകയായിട്ടുള്ള കുറ്റിക്കാട്. സ്റ്റിർഡോ, ഇളക്കുക ഇല്ലേ? ആ പിക്ചർ ഒന്ന് നോക്കിക്കേ. വാസ്റ്റ് ട്രീസ് എന്താണ്? കഴുകിയ മരങ്ങൾ. കഴുകിയ മരങ്ങൾ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? മഴ കൊണ്ട് നനഞ്ഞു നിൽക്കുന്ന. വാട്ടർഫോൾ എന്താണ്? ജലപ്രവാഹം. ഇങ്ങനെ ജലം ഒഴുകുന്നത് ഇല്ലേ? സ്റ്റംബിൾസോ, കാൽ വഴുതി പോവുക ഇല്ലേ? കാലിടറുക ഇല്ലേ? സ്റ്റംസോ, പിക്ചർ നോക്കണേ. സ്റ്റംസ് എന്താണ്? കുറ്റികൾ ഇല്ലേ? സ്ലാക്കണോ, വേഗത കുറയ്ക്കുക. പേസോ,
ചുവട് ഇല്ലേ? ഗസ്റ്റോ കൊടുങ്കാറ്റ്, സഡൻ റഷ് ഓഫ് വിൻഡ്. ഇവിടുത്തെ അർത്ഥം ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ് എന്നാണ്. സഡൻ റഷ് ഓഫ് വിൻഡ്. എന്താണ് ഇവിടെ പറയുന്നത് നമുക്ക് നോക്കാം. ബട്ട് അറ്റ് ലാസ്റ്റ് ദേ ഗോ ഇൻ ടു ദി കൗൺസ്കോപ്സ്. എന്തായാലും അവർ ഇതെല്ലാം തരണം ചെയ്ത് പ്രഭുവിന്റെ കുട്ടിക്കാട്ടിലേക്ക് പോകുന്നു. ഈ വഴിയിലുള്ള ഈ കാര്യങ്ങളെല്ലാം തരണം ചെയ്താണ് ടെറന്റിയും ഫിയോക്ലയും പോകുന്നത്. ദി വാസ്റ്റ് ട്രീസ് stirred by a gust of wind drove a perfect waterfall upon them. ശക്തമായ കാറ്റിലും മഴയിലും ഇളകിയ മരങ്ങൾ അവരുടെ മേൽ വീണ ജലത്തെ ഭൂമിയിൽ പതിപ്പിക്കുന്നു ഇല്ലേ? ഈ ചെടിയിലൊക്കെ വെള്ളം വീണത് നേരെ എങ്ങോട്ടാ വീഴുന്നേ? ഭൂമിയിലേക്ക് ഇല്ലേ? ടെറന്റി stumbles over stumps and begins to slacken his pace. കുറ്റികളിൽ തട്ടി കാലിടറി, നമ്മൾ കണ്ടു കുറ്റിയുടെ പിക്ചർ ഇല്ലേ? അതുപോലുള്ള കുറ്റികളിൽ തട്ടി കാലിടറി വീഴാതെ ഇരിക്കാൻ ടെറൻഷി തന്റെ വേഗത കുറയ്ക്കുന്നു ഇല്ലേ? Whereabouts is Danilka? He asked me to him. ധനിൽക്ക ഏതിനടുത്താണ്? ആരാണ് ചോദിച്ചത്? ടെൽ മീ. ടെറന്റിയാണ് ചോദിച്ചത് ഇല്ലേ? ലീഡ് മീ ടു ഹിം. എന്നെ അവന്റെ അടുത്തേക്ക് കൊണ്ടുപോകൂ. ആരാണ് പറഞ്ഞത് എന്നെ അവന്റെ അടുത്തേക്ക് കൊണ്ടുപോകാന്? ഫിയോക്ലയുടെ ടെറന്റിയാണ് പറഞ്ഞത് എന്നെ അവന്റെ അടുത്തോട്ട് കൊണ്ടുപോകാൻ ഇല്ലേ? Look at the text. Teacher will explain next paragraph. Fiokla leads him into a thicket and after going a quarter of a mile points to Danilka. Her brother, a little fellow of 8 with hair as red as ochre and a pale, sickly face, stands leaning against a tree and with his head on one side, looking sideways at the sky. In one hand he holds his shabby old cap, the other is hidden in an old lime tree. The boy is gazing at the stormy sky and apparently not thinking of his trouble. Before going through the paragraph, we will learn the meaning of the new words. Thicket means endana? Kuttikad. Quartero, kaal mile. Oats, കാവി കളറുള്ള മണ്ണ്. നോക്കിക്കേ പിക്ചർ സ്ക്രീനിലോട്ട്. പെയിലോ വിളറിയ. സിക്കി ഫേസ് എന്ന് പറഞ്ഞാലോ ദീനം പിടിച്ച. സാബി എന്ന് പറഞ്ഞാൽ എന്താണ്? ജീർണിച്ച ഇല്ലേ? ഷാബി എന്താണ്? ജീർണിച്ച. പിക്ചർ നോക്കണേ. ഓൾഡ് ക്യാപ്പ് എന്താണ്? ഓൾഡ് ക്യാപ്പ് പഴയ തൊപ്പി. ഹിഡനോ മറഞ്ഞിരിക്കുക. ലൈം ട്രീ എന്താണ്? നോക്കിക്കേ ലൈം ട്രീ എന്താണ്? പിക്ചർ നോക്കിക്കേ എന്താണ്? നാരക മരം ഇല്ലേ? ഗെയ്സിങ്ങോ ഉറ്റു നോക്കുക ഇല്ലേ? സ്റ്റോമി സ്കൈയോ പ്രക്ഷുബ്ധമായ അന്തരീക്ഷം, ആകെ കലങ്ങി മറിഞ്ഞ അന്തരീക്ഷം ഇല്ലേ? അപ്പാരന്റ്ലിയോ പ്രകടമായ. Fiokla leads him into a thicket and after going a quarter of a mile points to Danilka. എന്താണ് ഇവിടെ പറയുന്നത് നമുക്ക് നോക്കാം. ഫിയോക്ല അയാളെ ഒരു കുറ്റിക്കാട്ടിനുള്ളിലേക്ക് നയിക്കുകയും 1/4 മൈൽ ദൂരം പോയി കഴിഞ്ഞ് ധനിൽക്കയുടെ നേരെ വിരൽ ചൂണ്ടുകയും ചെയ്യുന്നു. Her brother, a little fellow of 8 with hair as red as ochre and a pale sickly face, stands leaning against a tree and with his head on one side looking sideways at the sky. ധനിൽക്കയെ കാണാൻ എങ്ങനെയിരിക്കും? ധനിൽക്കയ്ക്ക് എത്ര വയസ്സുണ്ട്? കാവി മണ്ണിന്റെ നിറം പോലെ ചുവന്ന മുടിയുള്ള ദീനം പിടിച്ച് വിളറിയ മുഖമുള്ള 8 വയസ്സ് പ്രായമുള്ള ബാലകനായ ധനിൽക്ക ഒരു മരത്തിൽ ചാരി നിൽക്കുകയാണ് ഇല്ലേ? അവൻ ഒരു വശത്തേക്ക് തല തിരിച്ച് ആകാശത്തേക്ക് നോക്കിയാണ് നിൽക്കുന്നത് ഇല്ലേ? In one hand he holds his shabby old cap, the other is hidden in an old lime tree. ഇല്ലേ? ഒരു കൈയിലെ ജീർണിച്ച പഴയ തൊപ്പി അവൻ പിടിച്ചിട്ടുണ്ട് ഇല്ലേ? മറ്റേ കൈ പഴയ ഒരു നാരക മരത്തിനുള്ളിൽ മറഞ്ഞിരിക്കുകയാണ്, അതിന്റെ പൊത്തിനുള്ളിൽ ഇല്ലേ? The boy is gazing at the stormy sky and apparently not thinking of his trouble. ആ ബാലന്
പ്രക്ഷുബ്ധമായ കലങ്ങി മറിഞ്ഞ അന്തരീക്ഷത്തിലേക്ക് ഉറ്റുനോക്കുകയാണ്. അവന്റെ കുഴപ്പത്തെപ്പറ്റി അവൻ ചിന്തിക്കുന്നില്ല എന്നത് പ്രകടമാണ്, ഇല്ലേ? ഇത്രയും കുഴപ്പത്തിലാണ് അവൻ പെട്ടിരിക്കുന്നതെന്ന് അവൻ ചിന്തിക്കുന്നേയില്ല. ഹിയറിംഗ് ഫുഡ് സ്റ്റെപ്സ് ആൻഡ് സീയിങ് ദി കോബ്ലർ he gives sickly smile and says. ഫുഡ് സ്റ്റെപ്പ് മീൻസ് എന്താണ്? കാലടി ശബ്ദം, ഇല്ലേ? നടന്നു വരുന്ന ശബ്ദം. സിക്ലി സ്മൈലോ, വിളറിയ ചിരി, ഇല്ലേ? കാലടി ശബ്ദം കേൾക്കുകയും നമ്മുടെ ചെരുപ്പ് കുത്തിയെ കാണുകയും ചെയ്തപ്പോൾ അവൻ വിളറിയ ഒരു ചിരിയോട് എന്താണ് പറയുന്നത്? ചിരിയോട് പറയുകയാണ്, ഇല്ലേ? എ ടെറിബിൾ ലോട്ട് ഓഫ് തണ്ടർ ടെറന്റി, I have never heard so much thunder in all my life. ദനിൽക്ക എന്താണ് പറഞ്ഞത് ടെറന്റിയോട്? എന്താണ് പറഞ്ഞത്? എ ടെറിബിൾ ലോട്ട് ഓഫ് തണ്ടർ, എന്താണ്? ഭയാനകമായ ഒരുപാട് ഇടി, ഇല്ലേ? ടെറന്റി, എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഇത്രയേറെ ഇടി കേട്ടിട്ടില്ല. ആരാണിത് പറഞ്ഞത്? ആരാണ് പറഞ്ഞത്? ദനിൽക്ക ടെറന്റിയോട് പറയുക, ഇല്ലേ? ആൻഡ് വേർ ഈസ് യുവർ ഹാൻഡ്, നിന്റെ കൈ എവിടെ? ആരാണ് ചോദിച്ചത്? ടെൽ മീ, ആരാണ് ചോദിച്ചത് നിന്റെ കൈ എവിടെയെന്ന്? ടെറന്റി. ഇൻ ദി ഹോൾ, പുൾ ഇറ്റ് ഔട്ട് പ്ലീസ് ടെറന്റി. ഹോൾ മീൻസ് പൊത്ത്, പൊത്തിനുള്ളിൽ ദയവായി അതൊന്ന് വലിച്ച് പുറത്തെടുക്കൂ ടെറന്റി. ആരാണ് ഈ പറയുന്നത്? ദനിൽക്ക ടെറന്റിയോട് ആവശ്യപ്പെടുകയാണ്, ഇല്ലേ? എന്തുകൊണ്ടാണ് കൈ എടുക്കാൻ പറ്റാത്തത് ദനിൽക്കയ്ക്ക്? ദി വുഡ് ഹാഡ് ബ്രോക്കൺ അറ്റ് ദി എഡ്ജ് ഓഫ് ദി ഹോൾ ആൻഡ് jammed Danilka's hand. He could push it farther in, but could not pull it out. Terendi snaps of the broken piece, and the boy's hand, red and crushed, is released. Some new words are in this paragraph. Broken എന്ന് പറഞ്ഞാൽ എന്താ? പിളരുക, ഇല്ലേ? എഡ്ജോ, അരികെ. ജാംഡോ, അനക്കാൻ വയ്യാത്ത, അങ്ങ് ജാമായി പോവാ. നമ്മുടെ കൈയൊക്കെ എവിടെങ്കിലും പൊത്തിലാണേലും ദനിൽക്കയുടെ കൈ എങ്ങനെയാണ്? ജാമായിട്ടിരിക്കുക, അല്ലേ? പുഷോ, തള്ളുക. പുള്ളോ, പുറത്തേക്ക്. സ്നാപ്സ്, പൊട്ടിക്കുക, ഇല്ലേ? ഇല്ലേ, ഒടിക്കുക. ക്രഷ്ഡോ, ചതഞ്ഞത്. റിലീസ്ഡ്, മോചിപ്പിക്കുക, ഇല്ലേ? എന്തുകൊണ്ടാണ് ദനിൽക്കയ്ക്ക് കൈ എടുക്കാൻ കഴിയാഞ്ഞത്? The wood had broken at the edge of the hole and jammed Danilka's hand. He could push it farther in, but could not pull it out. ആ പിക്ചർ നോക്കിക്കേ. ദനിൽക്കയുടെ കൈയെ പൊത്തിനുള്ളിൽ ഇരിക്കുന്ന പിക്ചർ കണ്ടോ? പൊത്തിന്റെ അരികിൽ വെച്ച് തടി പിളർന്നിട്ടുണ്ടായിരുന്നു, ഇല്ലേ? ദനിൽക്കയുടെ കൈ അനക്കാൻ വയ്യാത്ത സ്ഥിതിയിലായിരുന്നു. അവന് അത് ഉള്ളിലേക്ക് കൂടുതൽ തള്ളാൻ കഴിയുമായിരുന്നു, എന്നാൽ പുറത്തേക്ക് വലിക്കാൻ കഴിയുമായിരുന്നില്ല. ഉള്ളിലോട്ട് എത്ര വേണേലും കൈ ഇടാമായിരുന്നു, പക്ഷേ ആ കൈയെ പുറത്തേക്ക് അവന് വലിച്ചെടുക്കാൻ കഴിയത്തില്ലായിരുന്നു, അല്ലേ? Terendi snaps of the broken piece and the boy's hand, red and crushed, is released. പിളർന്ന കഷ്ണം ടെറന്റി പൊട്ടിച്ചു കളയുകയും, ഏതാ? ആ പൊത്തിന്റെ പിളർന്ന കഷ്ണം ടെറന്റി പൊട്ടിച്ചു കളയുകയും ബാലന്റെ ചതഞ്ഞു ചുവന്ന കൈ മോചിപ്പിക്കുകയും ചെയ്യുന്നു, അല്ലേ? ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ്. ഡിഡ് യു ലൈക്ക് ദിസ് ക്ലാസ്? Okay, we'll see in the next class what Fyokla, Danilka and Terendi do. I have some activities for you. Activity number 1. Pick out the correct character from the bracket. A. The grass will be dry again, the earth will be dry again, and we shall be dry again. ഇത് ആര് പറഞ്ഞാണ്? ദനിൽക്കയാണോ ടെറന്റിയാണോ? ഇനി B. I have never heard so much thunder in all my life. ഇത് ടെറന്റി പറഞ്ഞാണോ ദനിൽക്ക പറഞ്ഞതാണോ? ഇനി ആക്ടിവിറ്റി നമ്പർ 2. Arrange the jumbled letters of the names into a correct word. ഇത് 3 പേരുടെ പേരാണ് തന്നിരിക്കുന്നത്. അത് ഓർഡറിലല്ല ലെറ്റേഴ്സ് തന്നിരിക്കുന്നത്. അത് ഓർഡറിലാക്കി 3 പേരുടെ പേരാക്കി നിങ്ങൾ ചെയ്തു കൊണ്ടുവരണം. ആക്ടിവിറ്റി നമ്പർ 3. Fill in the blanks with the correct word from the brackets. Terendi's and Fyokla's, ഒന്നാമത്തേത്. Terendi's and Fyokla's feet are covered with lumps of heavy wet dash clay or mud ഉണ്ട്. ഏതാണ് ശരിയെന്ന് വെച്ചാൽ നിങ്ങൾ എഴുതണം. ഇനി B. The boy is gazing at the stormy dash. എന്താണ്? The boy is gazing at the stormy dash. സ്കൈ ആണോ മൂണാണോ? അതും അതിനകത്തുനിന്ന് ഏതാണ് ശരിയെന്ന് വെച്ചാൽ എഴുതുക. ഇനി നെക്സ്റ്റ് C.
The wood had broken at the edge of the hole and jammed Dhanilka's dash. ഹാൻഡ് ആണോ ധനിൽക്കയുടെ ലെഗ് ആണോ? അപ്പോൾ ഇത്രയുമാണ് ഈ ക്ലാസ്സിലെ ആക്ടിവിറ്റി. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ പാഠഭാഗം നന്നായി വീണ്ടും വായിച്ച് ആക്ടിവിറ്റീസ് ഒക്കെ നന്നായിട്ട് ചെയ്ത് നല്ല മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് വേണം എല്ലാവരും വരാൻ. ഓക്കെ, ബൈ. Instruction to the parents. Understand thoroughly each activity. Activity വ്യക്തമായി മനസ്സിലാക്കുക. Encourage and help the students to do activities on their own. പ്രവർത്തനം സ്വയം ചെയ്യാൻ കുട്ടിക്ക് പ്രോത്സാഹനം നൽകുക. Communicate with teachers to clarify doubts. രക്ഷിതാക്കൾ അധ്യാപകരുമായി ആശയവിനിമയം നടത്തുക. താങ്ക് യു.